ചതുർരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. യൂറോപ്പുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് പര്യടനത്തിന്റെ ലക്ഷ്യം. വ്യാപാരം, നിക്ഷേപം, പരിസ്ഥിതിയോടിണങ്ങിയുള്ള സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം സംബന്ധിച്ച് നോർവേയുടെ പ്രധാനമന്ത്രി യൂനസ് ഗാർ സ്റ്റോറയുമായി കൂടിക്കാഴ്ചയും നടത്തി. പശ്ചിമേഷ്യ, ഉക്രൈൻ സംഘർഷങ്ങളിൽ സമാധാനപരമായ പരിഹാരത്തിന് മോദി ആഹ്വാനം ചെയ്തു. ഭീകരതയെ ഉന്മൂലനം ചെയ്യേണ്ടത് പൊതുലക്ഷ്യമായി മാറണം. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ആഗോള സംഘടനകളുടെ ഘടനയിലും മാറ്റം വേണം. കഴിഞ്ഞ വർഷം നോർവേ സന്ദർശിച്ച് നോർഡിക് ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനിരുന്നതാണ് എന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ യാത്ര മാറ്റിവെക്കേണ്ടി വന്നതാണെന്നും മോദി പറഞ്ഞു. ഭീകരവിരുദ്ധ നിലപാടിനും ഇന്ത്യക്കുള്ള പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദി നോർവേയിലെത്തുന്നത് ഇത് ആദ്യമായാണ്. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇന്ന് ഇറ്റലിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. സ്വീഡനിൽ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റസൺ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോദി നോർവേയിലെത്തിയത്. നോർവേയുടെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റും പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 32ാമത് രാജ്യാന്തര പുരസ്കാരമാണിത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.